ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മലബാറിക്കസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സൂപ്പർ ടേസ്റ്റ് ഈസിയായി ഒരു ചിക്കൻ പെപ്പർ റോസ്റ്റാണ് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കണ്ടാലോ. ഇതിനായി 1/2 കിലോ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പെരുംജീരകം പൊടിച്ചെടുത്തത്. ഇനി 1 സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, പച്ചമുളക് അരിഞ്ഞെടുത്തത്, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, 2 തണ്ട് കറിവേപ്പിലയുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുത്ത് ഒന്ന് നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. സവാള പെട്ടെന്ന് വാടി വരാൻ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർക്കുക. ഇനി നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി ചേർക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ ഏകദേശം 1 മിനിറ്റ് നേരം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. അര ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. ഇനി ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്തെടുക്കുക. ഒരു തക്കാളി അരച്ചെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ എടുത്തു വെച്ചതിൽ തക്കാളി കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ തക്കാളിയാണ് മിക്സിയുടെ ജാറിൽ അരച്ചെടുത്ത് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് നന്നായി ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി ഇളക്കി ചേർത്തതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയിൽ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് എടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതിൽ വെള്ളം ചേർക്കുന്നില്ല. വെള്ളം ചേർക്കാതെ അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നമുക്ക് ഇത് ഒന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ചിക്കനിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്കിതിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയൊന്ന് നന്നായി മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് ഇത് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടേസ്റ്റിയായ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ടേസ്റ്റിയായതും എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതുമായ നമ്മുടെ ചിക്കൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗുഡ് ബൈ.